ഇനി ഞാൻ ലിറ്ററേച്ചറിന് പോയി. ലിറ്ററേച്ചർ പിന്നെ PG പഠനം. അത് കഴിഞ്ഞ് B.Ed എടുത്തു. കുറേ നാൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലൊക്കെ ഗസ്റ്റ് ലെക്ചറായിട്ട് നടന്നു. അത് കഴിഞ്ഞ് LIC ഓഫ് ഇന്ത്യ കിട്ടി. കോട്ടയം ബ്രാഞ്ച് വർക്ക് ചെയ്തു. രണ്ടാമത്തെയാണ് അതിന്റെ സെയിൽ ടാക്സ് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെയാണ് മൂത്താട് 10ലും രണ്ടാമത് 9ലും കോട്ടയത്ത് സെറ്റ് ചെയ്തു. ടീച്ചർമാർ പറഞ്ഞാലേ ഞങ്ങൾ വളരെ ധന്യമായ നിമിഷമാണ്. മനസ്സ് നിറഞ്ഞു. 30 വർഷത്തേക്ക് കോവിഡോട്ട് പോയി. എല്ലാവരും വളരെ സന്തോഷത്തില് ഇത്ര ധന്യമായ ഒരു മുഹൂർത്തം നമ്മുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുമോ? അതെ, തുടർന്ന് പോകണം. ഇതൊരു തുടക്കം മാത്രമായിരിക്കും. ഇത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യണം. എല്ലാവരുടെയും മുഖം എനിക്കൊരു സന്തോഷം. വാക്കുകൾക്കൊന്നും പറഞ്ഞ് തീരാൻ പറ്റില്ല. ടീച്ചറെ ഞാൻ ഇടയ്ക്ക് 1-2 വട്ടം കണ്ടിരുന്നു. മാവേലിക്കര വെച്ചില്ലേ? പിന്നെ ബിനുവിന്റെ കല്യാണം കൂടാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. ബിനു വിളിച്ചൊന്നുമല്ല, മാവേലിക്കര ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തപ്പോ ബിനുവിന്റെ പപ്പ അവിടെ വർക്ക് ചെയ്തു. അങ്ങനെ ബിനുവിന്റെ പപ്പയാണ് എന്നെ ക്ഷണിക്കുന്നത്. വന്ന് പരിചയപ്പെട്ട അപ്പം ഞാൻ ആദ്യമായിട്ട് ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യുക. അപ്പം എന്നോട് വന്ന് ചോദിച്ചു, എവിടെ പേര് ചോദിച്ചു. ഉടനെ ചോദിച്ചു സ്ഥലം എവിടെയാണ്? ഓഫീസിൽ പഠിച്ചാന്ന് ചോദിച്ചു. എന്നാ ഇന്നാ പിടിച്ചോ ബിനുവിന്റെ കല്യാണം ലെറ്റർ സാർ അങ്ങനെ എന്നെ ക്ഷണിക്കുന്നു. അത് ഏതാണ് 96 ഏത് മാസമായിരുന്നു? ഞാൻ മാർച്ചിലാണ്. പക്ഷെ ബിനുവിനൊന്നും കണ്ടുപോയില്ല. ഞാൻ പ്രീഡിഗ്രിയും ഡിഗ്രിയും കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞ് 2 വർഷം CPC കംപ്ലീറ്റ് ചെയ്തിട്ട് 6 മാസം ഇവിടെ ഗവൺമെൻറ്റിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മാരേജ് കഴിഞ്ഞുകൊണ്ട് ലക്നൗവിലേക്ക് പോയി. 23 വർഷത്തെ അവിടെയാണ്. അവിടെ സ്കൂളിൽ ടീച്ചറായിട്ടും ഡിഗ്രിയുടെ ടെക്നീഷ്യനായിട്ടും ജോലി ചെയ്തു. മൂത്ത മോള് ACCA രണ്ടാമത്തെ മോള് +2 പഠിക്കുന്നു. മൂന്നാമത്തെ മോള് കാലിക്കറ്റ്. ഞാനും കൊച്ചുങ്ങളും വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് തേഴ്സ്ഡേ വരും. ഞങ്ങൾ 6-ാം തീയതി തിരിച്ചു പോകും. മമ്മിയുണ്ട്, പപ്പ മരിച്ചു പോയി. ദൈവം വേറെ സന്തോഷമായിട്ടിരിക്കുന്നു. ഇതൊക്കെ
നീളം വെച്ചത്. ഗ്രാജുവേഷൻ മൊബൈൽ ഇപ്പൊ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ MD ആണ്. പിന്നെ അവസ്ഥ രണ്ട് മക്കള്, മൂത്ത മോൻ BTech കഴിഞ്ഞ് MBA ചെയ്തു, ഇളയാള് BBA ഏജൻസി കിട്ടുമോ? ഇവിടെ ഡൽഹി എക്സ്പോർട്ട് ഏജൻസി. ഏത് കമ്പനിയാണോ? ട്രൈഡൻ ഫ്ലെക്സിബിലിറ്റി എവിടെ? ഡൽഹിയിലാണ്. എന്താണ് പ്രോഡക്റ്റ്? പ്രോഡക്റ്റ് ഫ്ലെക്സിബിൾ പാക്കേജിംഗ്. അല്ലേ ടെക്സ്റ്റ് മാർക്ക് ഏജൻസി കൊടുക്കാമെന്ന് ചോദിച്ചു. അങ്കിൾ ചിപ്സിന്റെ ഒക്കെ പാക്കറ്റ് ഇല്ലേ, എന്തിന്റെ? അതിന്റെ അങ്കിൾ ചിപ്സിന്റെ ഒക്കെ അതില്ലേ, അതിന്റെ അത് പോളിസ്റ്റർ പ്രിന്റിംഗ് എന്ന് പറയും. ഫ്ലെക്സോ പ്രിന്റ്. ബാഗിന്റെ അവസ്ഥ പിന്നെ പപ്പ കഴിഞ്ഞ വർഷം മരിച്ചുപോയി, അമ്മയുണ്ട്, രണ്ട് സിസ്റ്റേഴ്സ്. എൻ്റെ പേര് ഷീല, 3 കുട്ടികളാണ്. ഒരു ട്വിൻസ്, ഇടയാണ് മോന്, എൻ്റെ ഹസ്ബൻഡ് എവിടെ? ഏത് സെറ്റിലായത് ഇവിടെ? കരുനാഗപ്പള്ളിയാണ്. മൂത്താള് ബികോം കഴിഞ്ഞ്, മൂത്താള് ശീലയ്ക്ക് ഫ്രണ്ടിരിക്കുന്ന മുഖങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഞങ്ങളൊരു ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തിയ അവരുടെ രക്ഷയാണ്. മോൻ ഡിഗ്രി കഴിഞ്ഞു. എല്ലാവരുടെ പേര് മോടെ പേര് ഹിമായസ് രാജ്, ഹേമായസ് രാജ്, ഹേമന്ത് രാജ്. ഇതിൽ കേസന്റെ മത്തായി കൂടെ ഉണ്ടോ? Quickly, there is some refreshments in the next room. Teachers, what we'll do is we'll serve the refreshment for the teachers here, and then we will go and quickly come back. Please time it. We should be back in the next 10 minutes, Okay. so that we need to continue with the rest of it. Okay. Okay. So please be on time.
ഓക്കെ, നിഷാദ് ഇപ്പം മൈക്രോഫോണിൽ കൂടെ ക്ലാസ്സിനെ അഭിസംബോധന ചെയ്യുകയാണ്. പറയാനുള്ളതൊക്കെ പറഞ്ഞുള്ളൂ. ടീച്ചർമാരിപ്പുണ്ട്, ഗീവറി സാറുണ്ട്, കെജിതോൺ സാറുണ്ട്, ഇന്ത്യാമൻ ടീച്ചറുണ്ട്, റോഷൻ ടീച്ചറുണ്ട്, സൂസൻ ടീച്ചറുണ്ട്, മറിയം ടീച്ചറുണ്ട്. ഇത്രയും ടീച്ചർമാരിപ്പുണ്ട്. ബാക്കി ക്ലാസ്സിലെ അനുസരണ ഇല്ലാത്ത ഒരു 30 കുട്ടികളുമുണ്ട്. നീ നല്ല അനുസരണമുള്ള പറഞ്ഞോളൂ. ഓക്കെ, നിഷാദ് എവിടെയാണ്? നിഷാദ് എന്ത് ചെയ്യുന്നു? ഓക്കെ, നിഷാദ് ഇവിടെ 18 വർഷം. കുടുംബം അവിടെ ഉണ്ടോ, കൂടെ ഉണ്ടോ? ഓക്കെ, ഫൈൻ. നിഷാദിന്റെ ഫോട്ടോ ഞങ്ങൾ ഇന്നലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കണ്ടു. ഞങ്ങളൊരു വീഡിയോ നിഷാദിന്റെ പ്രതീക്ഷിച്ചതാണ്, പക്ഷെ കിട്ടിയില്ല. ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് എല്ലാവരും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാമായിരുന്നു. ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. എനിവേ സാരമില്ല, ഞങ്ങൾ ചെയ്തോളാം. ഓക്കെ, ശരി, താങ്ക് യു നിഷാദ്.
Okay, all right. Thank you. Okay, all right. Fine. അയച്ചു കൊടുക്കാം. വളരെ ധന്യമായ നിമിഷമാണിത്. 31 വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കൂടി വരികയും നമ്മളുടെ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ നമുക്ക് കൂടാൻ സാധിച്ചത് അതിലും വലിയൊരു അനുഗ്രഹമാണ്. സന്തോഷം മാത്രമല്ല, അതൊരു അനുഗ്രഹം. നമ്മൾക്ക് അക്ഷരവും വിദ്യയും പകർന്നു വന്ന ഇവരൊക്കെ ഓരോ ടീച്ചർമാരെയും ഞാൻ ഓർക്കുന്നുണ്ട്. ഐ വുഡ് റിക്വസ്റ്റ് ഈ ക്ലാസ്സിലെ ഏറ്റവും ഇതിനോട് അടുത്ത് കിടക്കുന്ന 2 വ്യക്തികളാണ് ജേക്കബ് ജോർജ്, വിൻസെന്റ്. ക്ലാസ്സിലെ തല്ലിപ്പുള്ളിയുടെ പേരാണ് ഏറ്റവും ആദ്യമായി വരുന്നത്. എന്റെ കുറ്റമാണ്. So I'm requesting Vincent and Jacob to come forward and welcome, or Vincent Vanna, welcome all the teachers to this event. എന്തായാലും ഇതുപോലെ ധന്യമായ 31 വർഷത്തെ 31 വർഷം നമുക്ക് ജീവിക്കാൻ അവസരം കിട്ടി. 2, 31 വർഷത്തിന് ശേഷം നമ്മളെല്ലാം ഒന്നിച്ചു കൂടുന്നു. എല്ലാവരും ഏതാണ്ടൊക്കെ കേട്ടോ, എല്ലാവരും അവരുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്നു. ഈ അവസരത്തിൽ നമ്മളെ പഠിച്ച അധ്യാപകർ ഇങ്ങനൊരു കൂട്ടായ്മയ്ക്ക് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ബഹുമാനിയായ ക്ലാസ് നമ്മളുടെ ക്ലാസ് ടീച്ചറായിരുന്ന സൂസൻ സാറാണ്. യഥാർത്ഥത്തിൽ ഫിലിപ്പ് മരിച്ചതിന് ശേഷം ആദ്യമായി സൂസൻ സാറാണ് എന്നോടൊന്ന് പറയുന്നത്, എടാ നിങ്ങൾ നല്ല ക്ലാസ്. പല കാരണങ്ങളും അതിന്റെ പിന്നിലുണ്ടാവും. പക്ഷേ ഇങ്ങനൊരു ഇങ്ങനൊരു അവസരത്തെ കുറിച്ച് ആദ്യം ഒരു ഇൻട്രഡക്ഷൻ എന്റെ മനസ്സിലൊരു ടീച്ചറിന്റെ അഭിപ്രായം പോവുകയാണ്. മറിയാമ്മ ജോർജ് സാറും ഈ അഭിപ്രായം എന്നോട് പറഞ്ഞു എന്നോട് തീരുമാനിച്ച ദിവസം സൂസൻ ടീച്ചർ. അങ്ങനെ സൂസൻ ടീച്ചർ ആയിരിക്കാം ഒരു പക്ഷേ നമുക്ക് ഇതിന്റെ അംഗമായത്. എന്തായാലും ഇതുപോലെ അവസരത്തിൽ നമ്മുടെ സാറന്മാർ കെ ജി തോമസ് സാറ് പ്രായമായി വളരെ നന്നായിട്ട് മലയാളം പഠിപ്പിക്കുമായിരുന്നു. നമ്മളെയൊക്കെ തന്നെ നന്നായിട്ട് മലയാളം പഠിപ്പിക്കുകയും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരുപാട് ഉപദേശങ്ങൾ ഒരു മനുഷ്യരാണ്. അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ധന്യമാണ്. മക്കളെല്ലാം വളരെ ലോകമാണ്. എല്ലാ ആഴ്ചകളിലും ഈ പ്രായത്തിൽ എനിക്ക് തോന്നുന്നത് 82-83 വയസ്സിലാണ്. എല്ലാ ആഴ്ചകളിലും കഴിവത് പള്ളി വരും. അദ്ദേഹത്തിന് ഈ കൂട്ടായ്മയിലേക്ക് ഹൃദയം നിറഞ്ഞ നിങ്ങൾ ഓരോരുത്തരെയും പേരും സ്വാഗതം ആശംസിക്കുന്നു. Without having stick, there is no Givri sir. Givri sir incomplete ആണ് ഒരു വഴിയില്ല. നമ്മൾ 7ാം ക്ലാസ്സിൽ വരെ അധ്യാപകനായിരുന്നു, ക്ലാസ് ടീച്ചറായിരുന്നു. നമ്മളെ പല തവണയും മൃഗീയമായി മർദ്ദിച്ചിട്ടുള്ള മനുഷ്യനാണ്. അതൊക്കെ ഓർക്കുമ്പോൾ വളരെ വളരെ സന്തോഷം. എന്റെ പ്രിയപ്പെട്ട അധ്യാപകർ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഈ സന്ദർഭത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. കെ ജി തോമസ് സാറിന്റെ ബെറ്റർ ഹാഫായ കൊച്ചേരിയമ്മ സാർ നമ്മളെ 3 വർഷം ഹിന്ദി പഠിപ്പിച്ച ടീച്ചർ. ഇത്രയും പറഞ്ഞു ശ്രദ്ധിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ജീവിതത്തിന്റെ ഒരു സായം കെ ജി തോമസ് സാറിന്റെ ഒരു നിഴല് പോലെയാണ് കൊച്ചേരിയമ്മ സാർ എന്നും കാണുന്നത്. സ്കൂളിൽ വെച്ചും അതായിരുന്നു. ഇപ്പോൾ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ ഞാൻ സാറിനെ കാണും. കെ ജി തോമസ് സാർ ഉണ്ടെങ്കിൽ ഉറപ്പാണ് കൊച്ചേരിയമ്മ സാർ ആ സന്ദർഭത്തിൽ അല്ലെങ്കിൽ പരിപാടി കൊച്ചേരിയമ്മ സാർ ഉണ്ടാകും. വളരെ സന്തോഷമായി ഒരു ജീവിതമാണ്
അവർക്ക് കിട്ടിയിരിക്കുന്നത്. ആ സന്തോഷത്തില് ആ സന്തോഷകരമായ ജീവിതത്തില് നമ്മുടെ സന്തോഷത്തോടൊപ്പം പങ്കുചേരുവാൻ എത്തിയ എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. ഈ മാർക്കിടാൻ വളരെ ബുദ്ധിയുള്ള ടീച്ചറായിരുന്നു. അതുകൊണ്ടാണ് ഈ അണ്ടക്കാലം പഠിച്ചത്. എത്ര കുട്ടിയാലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ തന്നെയോ ടീച്ചറിന് 2 കുട്ടികൾ, മൂന്ന് കുട്ടികൾ വളരെ സെറ്റിൽഡായിട്ടുള്ള മക്കളാണ്. രാജേഷ് ഏറ്റവും വളരെ അമേരിക്കനാണ്. മക്കള് ഒരാൾ മോള് UK യിലാണ്, മൂത്ത മോള് ബോംബെ സെറ്റിലാണ്. ടീച്ചറിന്റെ ഹസ്ബൻഡ് ബാങ്ക് മാനേജറായിരുന്നു, പെൻഷനായി. വളരെ സുന്ദരമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. ആ ടീച്ചറിന് ഈ കമ്മിറ്റിക്ക് സൂസൻ ടീച്ചറെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഏതാണ്ട് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ നമ്മളോട് വരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുള്ളതാണ്. ടീച്ചർ ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ്സിലാണ്. അന്ന് സത്യത്തില് ഈ ടീച്ചർ വരുമ്പോൾ 10, 24, 25 വയസ്സുള്ള കൊച്ചു പെൺകുട്ടിയാണ്. അന്ന് ആദ്യമായി 25 വയസ്സുള്ള പെൺകുട്ടി 8ാം ക്ലാസ് നമ്മളെന്ന് പറയുന്നത് ഈ ക്ലാസ്സിൽ 2 വർഷക്കാലം നമ്മളോട്ട് പിടിച്ച് പക്ഷേ ടീച്ചറിന്റെ ഹൃദയത്തിൽ ഈ നമ്മുടെ ക്ലാസ്സിനോടുള്ള വല്ലാത്ത അപേക്ഷ. പലപ്പോഴും പല ഘട്ടങ്ങളിലും നമ്മൾ ഒത്തിരി സാറന്മാരെ കണ്ടിട്ടുണ്ട്. ഒരു ഹൃദയബന്ധം ഭയങ്കരമായിട്ട് ഈ ഭാഷയോടാണ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കാന്നുണ്ടായിരുന്നു എനിക്കറിയത്തില്ല. പക്ഷെ ഭയങ്കര സ്നേഹം. ടീച്ചറും വളരെ സെറ്റിൽഡാണ്. ടീച്ചറിന്റെ ഹസ്ബൻഡ് ബാങ്കിലാണ്, കറ്റാനത്തിന് സെറ്റിലായി. അദ്ദേഹത്തിന്റെ അതേ ബാങ്ക് റിട്ടയറായി. വളരെ ദൈവവിശ്വാസിയാണ്. വളരെ സന്തോഷകരമായ ജീവിതമാണ്. കാണുമ്പോഴൊക്കെ വളരെ ഹൃദയത്തോടുകൂടിയാണ് നമ്മൾ ചോദിക്കാറുള്ളത്. ആ ടീച്ചറിനെ ഇതിന്റെ പേരിൽ ഏറ്റവും ഭാഗ്യവതിയായ അമ്മയാണ് മറിയം സാർ. സത്യത്തില് മോൻ പഠിക്കുന്ന ക്ലാസ്സിൽ പഠിപ്പിച്ചു. അതിനും അപ്പുറമായിട്ട് ആ ക്ലാസ്സിൽ ഏറ്റവും മിടുക്കനായ മോൻ ടീച്ചറിന്റെ മോൻ തന്നെ. ടീച്ചർ നോക്കുന്ന പേപ്പറിൽ ഏറ്റവും നല്ല മാർക്ക് സ്വന്തമാണ് പറയാൻ. അത് ഒരിക്കൽ പോലും അവന്റെ മെറിറ്റ് കൊണ്ടാണ്, അല്ലാതെ ടീച്ചർ ഒരിക്കൽ പോലും അവനോട് പ്രത്യേക പേപ്പർ ഒന്നും കാണിച്ചില്ല. മറിയാമ്മ ജോസാറുമായിട്ട് എനിക്ക് പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസം ടീച്ചറുമായിട്ട് പലപ്പോഴും നമുക്ക് എതിരായി. ടീച്ചർ എന്നെ ഒരു പ്രാവശ്യം സഹിക്കട്ടെ, നീ ബാക്കി ബെഞ്ചിൽ നിന്ന് ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിരിക്കണം. ആ ബാക്ക് ബെഞ്ചിൽ നിന്ന് ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് 2 ടേം എന്നെ പഠിപ്പിച്ച്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ബിനുവിന്റെ മുമ്പിൽ വന്നിരിക്കണം. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ കെമിസ്ട്രി ജയിച്ച്. പറയാ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് നോക്കിയിരിക്കാം.